ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഹൈദരാബാദിലുള്ള ഒരു ഫ്രീ ലൈബ്രറി നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലുള്ള ഗൗളിലോടി എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഊബർ വിളിച്ച് കോണ്ടാപ്പൂർ കോത്താഗുഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രണവ് ബിസിനസ് പാർക്കിലേക്കാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ചുമ്മാ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് ഒന്നും വേണ്ടാത്ത ഒരു ലൈബ്രറിയെ പറ്റി ഞാൻ കാണുന്നത്. അപ്പോൾ അടുത്തുള്ള വീക്ക് ഓഫ് ദിവസത്തിൽ ഞാൻ ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് പ്രണവ് ബിസിനസ് പാർക്ക്. ഇതിൻ്റെ 8ാം നിലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ബിസിനസ് പാർക്കിൻ്റെ ഉള്ളിൽ കയറി സ്ഥലം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുത്തെ റിസപ്ഷനിലിരിക്കുന്ന ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താണ് പ്രൊസീജിയർ? ആള് സിമ്പിളായിട്ട് പറഞ്ഞു, അവിടെ ഒരു ടാബ്ലറ്റ് ഇരിക്കുന്നുണ്ട്, അതിൽ പോയി ചെക്ക് ഇൻ ചെയ്യാം, നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക, ഒരു OTP വരും, അത്രയേ ഉള്ളൂ. ഇത് കോഫോർജ് എന്ന കമ്പനിയുടെ CSR ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാണ്. ഇവർക്ക് ഹൈദരാബാദിലല്ലാതെ നോയിഡയിലും ഗുരുഗ്രാമിലാണ് വേറെ ബ്രാഞ്ചസ് ഉള്ളത്. ഈ ലൈബ്രറി തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ എണ്ണം ഭയങ്കര കുറവാണ്. എന്നാൽ അത്യാവശ്യം പുസ്തകങ്ങളും ഉണ്ട് താനും. കുറേ നേരം നടന്ന് അവസാനം ഞാൻ ക്വീൻസ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞ ബുക്ക് ചൂസ് ചെയ്തു. ഓൾമോസ്റ്റ് 200 പേജുള്ള ഒരു ബുക്കാണത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റ് ലൈബ്രറികളെ പോലെ ഇവിടെ ലാപ്ടോപ്പായി വന്ന് വർക്ക് ചെയ്യാനോ പഠിക്കാനോ അതൊന്നും സമ്മതിക്കില്ല. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇവരൊരു സെക്യൂരിറ്റി ഗാർഡ് വന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ചു പോകും. അവർ വന്ന് ചെക്ക് ചെയ്യണത് നിങ്ങൾ കുറേ നേരം ഫോണിലാണോ എന്നുള്ളത് നോക്കാനാണ്. ഈവൻ ഫോൺ യൂസേജ് പാടില്ല എന്ന് വരെ അവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലൈബ്രറിയുടെ ടൈമിംഗ് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈബ്രറിയിൽ ഓൾറെഡി എല്ലാം സെഗ്രിഗേറ്റഡ് ആണ്. നമുക്കൊരു ബുക്ക് പെട്ടെന്ന് ഏത് ഷെൽഫിലാണെന്ന് നോക്കണമെങ്കിൽ ഒരു ടാബ്ലറ്റ് ഉണ്ട്, വലിയ ടാബ്ലറ്റ്. ഈ ടാബ്ലറ്റിൽ നമ്മൾ ആ ബുക്കിൻ്റെ പേരടിച്ചു കൊടുത്താൽ ഏത് ഷെൽഫിലാണ് ഇരിക്കണമെന്ന് അവർ എൻഡ് റിസൾട്ടായിട്ട് കാണിച്ചു തരും. ഇനി നമ്മുടെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിളിൽ അവിടെ തന്നെ വെച്ചാൽ മതി. തിരിച്ച് ഷെൽഫ് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുപോയി വെക്കാൻ നിൽക്കണ്ട, അവർ തന്നെ കൊണ്ടുപോയി വെച്ചോളും. ഈ ചെറിയ ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഹൈദരാബാദിലെ പുസ്തകശാലകളിലും ലൈബ്രറികളും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ വായിച്ചുകൊണ്ടിരിക്കുക, അന്വേഷിച്ചുകൊണ്ടിരിക്കുക.